ഹലോ, അപ്പോൾ നമുക്കൊരു അടിപൊളി പുതിയ ലോഡാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ റോസുകളാണ് നമ്മുടെ പുതിയ ലോഡിലുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഓർക്കിഡ് റോസ് റെഡ്, അതുപോലെ അതായത് ഫെയറി റെഡ്, സൂപ്പർ ഫെയറി ഉൾപ്പെടെ അടിപൊളി കുറേ റോസുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. സാധാരണ നമുക്ക് എപ്പോഴും എല്ലാ ആഴ്ചയിലും ലോഡുകൾ എത്തുന്നതാണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മഴയുടെ അതിപ്രസരം മൂലം നമ്മൾ ലോഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് വീണ്ടും നമുക്ക് ലോഡ് വന്നിരിക്കുന്നത്. അടിപൊളി റോസുകളാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഒത്തിരി വെറൈറ്റീസ് ഇക്കുറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നതൊക്കെ വയലറ്റ് റോസ് ഉണ്ട്, ഓൺ റൂട്ടഡ് വയലറ്റ് റോസ് ഉണ്ട്, കരിഷ്മ റോസ് ഉണ്ട്, ബ്ലാക്ക് റോസ് ഉണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ ഫെയറി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും നാൾ നമുക്ക് സ്റ്റാൻഡിങ് റോസിൽ മാത്രമേ സൂപ്പർ ഫെയറി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ സൂപ്പർ ഫെയറി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓർക്കിഡ് റോസ് റെഡ് വന്നതിൻ്റെ ഇടയ്ക്ക് 2-3 സൂപ്പർ ഫെയറി പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സൂപ്പർ ഫെയറിയുടെയും റെഡ് ഓർക്കിഡ് റോസിൻ്റെയും തൈകളുടെ സൈസ് എന്ന് പറയുന്നത്. ഈ സൈസിലുള്ള തൈകളാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓർക്കിഡ് റോസ് റെഡൊക്കെ കുറച്ച് ചെറിയ സൈസായിരുന്നു വന്നിരുന്നത്. ഇപ്രാവശ്യം അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ഓർക്കിഡ് റോസ് റെഡ് അല്ലെങ്കിൽ ഫെയറി റെഡ് എന്ന് പറയുന്നത്. അടിപൊളിയാണ്. ഇത് കുറച്ച് ചെറിയ പൂക്കളും സൂപ്പർ ഫെയറി എന്ന് പറയുന്നത് കുറച്ച് വലിയ പൂക്കളുമാണ്. ഞാൻ ആദ്യം കാണിച്ചത് സൂപ്പർ ഫെയറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് നമ്മുടെ ബ്ലാക്ക് റോസിൻ്റെ തൈകൾ എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് റോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് പ്രാവശ്യം വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളതാണ് ബ്ലാക്ക് റോസുകൾ. അപ്പോൾ നല്ല രസമായിട്ട് വിരിയുന്നതാണ്. വിരിയുമ്പോൾ ഇത് ചുവന്ന കളറിലാണ്, വിരിഞ്ഞ് മാറി വരുമ്പോഴാണ് ഇത് ബ്ലാക്കിലോട്ട് പോകുന്നത്. ഇതേ തൈകൾ തന്നെയാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക. അതെ, ഒത്തിരി പേര് ആഗ്രഹിച്ചിരുന്ന ഒരു ചെടിയാണ് ബേബി റൊമാൻറ്റിക്ക. ഇത് ഇപ്പം പൂക്കളോട് കൂടിയ തൈകളാണ് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇതേ തൈകൾ തന്നെയാണ് കേട്ടോ നമുക്കിപ്പം വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത്. കണ്ടോ, നല്ല രസമായിട്ട് നിറച്ചിതളോട് കൂടി വിരിയുന്നതാണ് ഈ ബേബി റൊമാൻറ്റിക്ക റോസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് തന്നെയാണ് അതിൻ്റെ തൈകൾ. ഇതേ സൈസിലുള്ള തൈകളാണ് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത്. ഓർക്കിഡ് റോസ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, അണ്ണി ഡൂപ്പറി എത്തിയിട്ടുണ്ട്. അണ്ണി ഡൂപ്പറി ഒരുപാട് തൈകളില്ല, ആവശ്യത്തിനുള്ള തൈകളാണ് എത്തിയിട്ടുള്ളത്. ഞാൻ തൈകളുടെ സൈസ് ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു. അടിപൊളി സൈസിലുള്ള കിടിലം തൈകളാണ് ഇപ്രാവശ്യം അണ്ണി ഡൂപ്പറിക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർക്കിഡ് റോസ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പേര് മറന്നുപോയല്ലോ, അയ്യോ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. ഈ റോസ് ഇവളുടെ പേരെന്തായിരുന്നു, വിട്ടുപോയി കേട്ടോ, പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാം, ഒരുപാട് വെറൈറ്റീസ് റോസസ് നമ്മളെപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്രിക്കോട്ട് റോസ്, ആപ്രിക്കോട്ട് ഒരുപാട് ഇതളുകളോടുകൂടി ഒരുപാട് ദിവസം വിരിഞ്ഞ് നിൽക്കുന്ന റോസാണ് ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇഷ്ടമുള്ള റോസുകളിലൊന്നാണ് കേട്ടോ ആപ്രിക്കോട്ട്. ഇങ്ങനെ കൂട്ടത്തോട് വിരിഞ്ഞ് നിൽക്കുന്ന കാണുന്നതിന് പ്രത്യേക ഒരു മനസ്സുഖം നൽകുന്നതാണ്. പിന്നെ ക്രിക്രി, പിങ്ക് ക്രിക്രി വന്നിട്ടുണ്ട്, വൈറ്റ് ക്രിക്രി ഉണ്ട്, യെല്ലോ ക്രിക്രി ഉണ്ട്. 3 കളർ ക്രിക്രി റോസ് നമുക്കുണ്ട്. പിന്നെ സമ്മർ സ്നോ വൈറ്റ് ഉണ്ട്, അഹല്യ റോസ് ഇക്കുറി വന്നിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് അഹല്യയുടെ. അഹല്യ കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർക്ക് നമ്മൾ റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്ക് പെട്ടെന്ന് വെള്ളം കയറിയിട്ട് ഡാമേജായി പോയ കൂട്ടത്തിലുള്ളതായിരുന്നു അഹല്യ റോസ്. അപ്പോൾ അഹല്യ റോസ് നമ്മൾ കുറച്ച് പേർക്ക് റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഹല്യ റോസ് നമുക്കിപ്പം വന്നിട്ടുണ്ട്. സമ്മർ സ്നോ വൈറ്റിൻ്റെ പിങ്ക് കളറാണ് അഹല്യ റോസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് വെറൈറ്റി റോസുകൾ, എനിക്ക് പേരൊന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് റോസുകളും നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇന്നലെ ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഈ ലോങ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നതാണ്, എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എത്തിയപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് വെറൈറ്റി റോസസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയല്ലേ, കാണാൻ തന്നെ നല്ല രസമില്ലേ നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ്. സാധാരണ ഞാനാണ് ലോഡ് എടുക്കാൻ പോവാറുള്ളത്. കുറച്ച് ദിവസമായിട്ട് ചന്ദനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ ലോഡ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരിക. അപ്പോൾ ശരിക്കും ഈ ഒരു റോസും നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ബി ബോബ് ബട്ടർഫ്ലൈ റോസ് എന്നാണ് ഈ റോസിൻ്റെ പേര് വരുന്നത്.